ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ. ഞാനും വടക്കേന്ത്യയുടെ ഗ്രാമങ്ങൾക്കകത്ത് കൂടി സന്ദർശിച്ച് ഈ ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഛത്തീസ്ഗഡിലോ ബീഹാറിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ പഞ്ചാബിലോ ഹരിയാനയിലോ രാജസ്ഥാനിലോ ഡൽഹിയിലോ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഏത് രാജ്യത്തിനകത്ത് ഏത് ഭൂഖണ്ഡത്തിനകത്ത് ആയാലും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കടന്നു പോകുന്ന ഈ ദേശങ്ങൾക്ക് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു ഓഹരി ദൈവം വെച്ചിട്ടുണ്ട്. സ്തോത്രം. മറന്നു പോകത്തില്ല. എൻ്റെ ദൈവം അത് മറക്കത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലേക്ക് നിന്ന് പ്രസംഗിക്കുന്നതിലല്ല കാര്യം, പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. പ്രസംഗം എല്ലാവർക്കും പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിക്കുവാനാണ് ഇച്ചിരി പ്രയാസം. അതുകൊണ്ടാണ് കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാര് ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനൻ വേലക്കാരെ അന്വേഷിക്കുന്നു. അനേകം പേർ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ദൈവവചനം പഠിച്ചവർ അവൻ സമയം പാഴാക്കി കളയുമ്പോൾ ഏകദേശം 18 വർഷത്തിന് മുമ്പ് ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞ് മ്ലേച്ഛത നീതികേട് പ്രവർത്തിച്ച് നടന്ന എന്നെ അവൻ 30 വർഷം BSNൽ ജോലി ഉണ്ടായിരുന്നു. ഇനിയും 12 വർഷം ബാലൻസ് ഉള്ളപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒറ്റ ഘടകമേ ഉള്ളൂ: നിത്യത ഞാൻ കൈവിടത്തില്ല. ആമേൻ. ഇന്ന് അവൻ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടാലും എനിക്ക് സ്വർഗം നഷ്ടപ്പെടത്തില്ല. അവൻ സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസ ജീവിതത്തിൽ ഞാൻ വന്ന് 18 വർഷം കഴിഞ്ഞു. ഇന്ന് വരെയും ആ യേശുവിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്നെയും എൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ 34-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. കണ്ടോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ സ്തുതി എപ്പോഴും, അവൻ്റെ നാമം എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. ദാവീദിൻ്റെ എത്ര മനോഹരമായ ഒരു വാക്യമാണ്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് പകലിൽ നടത്തുവാൻ സ്വർഗം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. യഹോവ എല്ലാ കാലത്തും, ഞാൻ എവിടെയായിരുന്നാലും, ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും, ഞാൻ ഏത് മേഖലയിലായിരുന്നാലും, ഏത് രാജ്യത്തായാലും, അത് തണുപ്പായിക്കോട്ടെ ചൂടായിരിക്കട്ടെ, കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും, ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ ദിവസവും ഞാൻ ദൈവത്തെ സ്തുതിക്കും, അവൻ്റെ വചനത്തെ പഠിക്കും, അവനോട് ചേർന്നിരുന്ന് പാടും. അവൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവിക മഹത്വമുള്ള ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ വിശ്വാസം കടന്നു വരുന്ന അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, അവൻ സഹോദരങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച് കാട്ടിൽ ഒറ്റപ്പെട്ട് ആടുകളുടെ ഇടയനായിരിക്കുമ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ സ്വാമൻ ദാവീദ് വിളിച്ചു പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ നോക്കത്തില്ല, എൻ്റെ സംവിധാനങ്ങളെ ഞാൻ നോക്കത്തില്ല, എൻ്റെ മുമ്പിലുള്ള ഒരു സാധ്യതകളെ ഞാൻ നോക്കത്തില്ല. പക്ഷെ ഞാൻ സ്തുതിക്കേണ്ട സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതൊരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇന്ന് പകൽക്കാലം ഏതവസ്ഥയുമായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത നിലവാരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകില്ല. നിങ്ങൾ ചിന്തിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് പകലിൽ ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ, അവനോട് പറ്റിയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് 91-ാം സങ്കീർത്തനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ ഉയർത്തുകയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. അവൻ ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ ഉയർത്തുന്ന, അവൻ്റെ നാമത്തെ ഉയർത്തുന്ന, അവൻ്റെ വചനത്തെ ഉയർത്തുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ ഇന്നത്തെ സാഹചര്യങ്ങളെ മാറ്റി ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശൂന്യതകളെ എല്ലാം മാറ്റി നമുക്കൊരു നല്ല ദൈവികമായ ഉയർച്ച തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കും. ആമേൻ. എത്ര പേർ അത് വിളിച്ചു പറയും? എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തുന്ന, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിലും നിങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. God bless you.